അച്ഛൻ ഗീവറീസ് ജോൺ അച്ഛൻ ശമാശൻ കർത്താവിന് പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിലെ പെരുന്നാളിന് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട MA കുര്യാക്കോസിനോട് അറിയിക്കുന്നു. അമേരിക്കൻ ഭദ്രാസനത്തിന്, നോർത്ത് ഈസ്റ്റേൺ അമേരിക്കൻ ഭദ്രാസനത്തിനും ഉപരി മലങ്കര സഭയ്ക്കും വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു ദേവാലയമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ദേവാലയത്തിന് മുൻപിൽ കൂടി പെട്ടെന്ന് കടന്നുപോയെങ്കിലും ഇത് സന്ദർശിക്കുന്ന ആദ്യമായിട്ടാണ്. മലങ്കര സഭയിലെ പല പ്രമുഖ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉപരിയായിട്ട് ഇത്രയധികം സൗകര്യങ്ങളുള്ള ഒരു ദേവാലയം മറ്റ് എങ്ങും കണ്ടിട്ടില്ല. ആദ്യമായിട്ടുള്ള അതിന് സന്തോഷം ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്രസത്തിനെയും ഇടവാഹങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ അക്കാര്യത്തിൽ അനുമോദിക്കുകയും ചെയ്യും. ഈ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ തോമാസ് ശ്ലീഹായുടെ പെരുന്നാൾ ജൂലൈ 3-ാം തീയതി അനുബന്ധിച്ചുള്ള പെരുന്നാളിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നാളെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ മാർ തോമാസ് ശ്ലീഹായെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ വായിക്കുന്നത് ഡ്യൂട്ടോണമി ചാപ്റ്റർ 16 വേഴ്സ് 16 and 17. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് പറയുന്നത്. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനും വാരോത്സവത്തിനും കൂടാര പെരുന്നാളിനും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരയണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തർ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമായിരുന്നു പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. യഹൂദ സഭയിൽ 3 പെരുന്നാളുകൾ ആചരിക്കണം എന്നുള്ളത് ദൈവ കൽപ്പനയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പെസഹ പെരുന്നാൾ, രണ്ടാമത് പെസഹായ്ക്ക് ശേഷം 50-ാം ദിവസം പെന്തിക്കോസ്ത് പെരുന്നാൾ, അതിനുശേഷം കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളും പിൽക്കാലത്ത് ക്രിസ്തീയ സഭയിൽ സ്ഥാനം പിടിച്ചു. പക്ഷേ അതിനൊരു പുതിയ അർത്ഥം ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ്. ഇവിടെ ഈ പെരുന്നാളുകൾ ആചരിക്കണം എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ കൽപ്പന. അവിടെ ആരാധനയ്ക്ക് പെരുന്നാളിൽ കൂടി വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുക. ഒരു പെരുന്നാളിൻ്റെ ആദ്യത്തെ ലക്ഷ്യം ദൈവം മുമ്പാകെ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. അടുത്തത് നന്ദി സൂചകമായിട്ട് ആദ്യ ഫലങ്ങളെ അർപ്പിക്കുക എന്നത്. ഇന്നും ക്രിസ്തീയ സഭയിലും ഒരു പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ദൈവം മുമ്പാകെ ഒരുമിച്ച് കൂടുക, ആരാധിക്കുക, അതോടൊപ്പം തന്നെ ദൈവം മുമ്പാകെ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ പങ്ക് നന്ദിപൂർവ്വം സമർപ്പിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ മറ്റ് പല ഭാഗത്തും പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ഫലങ്ങൾ അർപ്പിക്കുന്നതിന് പറയുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും വായിക്കുവാനായിട്ടുള്ള സമയമില്ല. അതിൽ പുറപ്പാട് ദിവസം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുൻപാകെ വരരുത്. ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ അതിനൊരു ഭാഗം ദൈവമുമ്പാകെ സമർപ്പിക്കുക എന്ന് പറയുന്നത് നന്ദി സൂചകമായിട്ടാണ്. അത് പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർക്കുന്നതാണ് ആദ്യഫല സമർപ്പണം എന്ന് പറയുന്നത്. ഒരു പെരുന്നാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം, നമ്മുടെ സുഖ സൗകര്യങ്ങൾ, നമ്മുടെ നേട്ടങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ മലയാളം ബൈബിളിൽ ഇല്ലാത്ത ഒരു പുസ്തകമാണ് അപ്പോക്രിഫ എന്നൊരു പറ്റുന്നത് കേട്ട് കാണും. അത് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അപ്പോക്രിഫ പുസ്തകങ്ങളുണ്ട്.
കൂടാതെ നമ്മുടെ നാട്ടില് ചില ആളുകൾ അത് മലയാളം വിവർത്തനം ചെയ്ത് നല്ലൊരു പുസ്തകമാണ് ബാറാസ് സിറാഖ് പ്രഭാഷകൻ എന്ന് പറയുന്നത്. സുറിയാനി സഭയുടെ അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് ഈ ബാറാസ് സിറാഖ് പ്രഭാഷകൻ. നമ്മൾ മഹാജ്ഞാനം എന്നാണ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 35-ാം അധ്യായത്തിന് ഇപ്രകാരം പറയുന്നുണ്ട്. 35-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാത്ത വേദഭാഗമായിട്ട് ഇതിനെ പൂർണ്ണമായിട്ട് വായിക്കുകയാണ്. പ്രഭാഷകൻ അതായത് ബാറാസ് സിറാഖ് 35-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. വെറും കൈയോടെ നിന്റെ ദൈവത്തിൽ കർത്താവിന് മുമ്പാകെ നീ വരരുത്, കാരണം ഇവയൊക്കെ അനുഷ്ഠിക്കുവാൻ നിനക്ക് കൽപ്പനയുണ്ട്. നീതിമാന്റെ വഴിപാട് ബലിപീഠത്തെ അഭിഷേകം ചെയ്യും, അതിൻ്റെ പരിമളം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ യാഗം സ്വീകാര്യമാണ്, അതിൻ്റെ സ്മരണ മാഞ്ഞു പോകുകയില്ല. കർത്താവിനെ ഉദാരമായിട്ട് വാഴ്ത്തുക. നിന്റെ അധ്വാനത്തിന്റെ ആദ്യ ഫലങ്ങൾ അർപ്പിക്കുമ്പോൾ നീ ലുബ്ധ കാണിക്കുന്നു. വഴിപാട് അർപ്പിക്കുമ്പോഴൊക്കെയും പ്രസന്നവനായിരിക്കുക. ദശാംശം സന്തോഷത്തോടെ അർപ്പിക്കുക. അത്യുന്നതൻ നൽകിയതിനനുസരിച്ച് അവന് നൽകുക. കഴിയുന്നത്ര ഉദാരമായി നൽകുക, കാരണം കർത്താവാണ് പ്രതിഫലം നൽകുന്നത്. അവൻ നിനക്ക് 7 ഇരട്ടി തിരിച്ചു നൽകും എന്ന് അവിടെ പറയുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളം ബൈബിളിൽ ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വിവർത്തനം ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. ഇതിന് വായിച്ച വേദഭാഗത്ത് പെരുന്നാളുകളിൽ നടത്തുന്ന വഴിപാടുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വേദഭാഗത്തൊക്കെയും ആദ്യഫലം ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നൽകുന്ന കൽപ്പന. ഈ ആദ്യഫലം ദൈവത്തിന് അർപ്പിക്കുന്നതിൻ്റെ കാരണം ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുകയില്ല. നാട്ടിൽ ജനിച്ചുള്ളവർക്കറിയാം. നമ്മിൽ പല ആളുകളും ഒരു കാർഷിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണ്. പെരുന്നാളിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് നമ്മുടെ കൊച്ചുനാളിൻ്റെ നാട്ടിൻപുറത്തെ പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാന ഫലം, ആദ്യഫലം ദൈവമുമ്പാകെ സമർപ്പിക്കുന്നുള്ളതാണ്. നാട്ടിൻപുറത്തുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വാഴക്കുല അല്ല അങ്ങനെയുള്ള കാർഷിക വിളകൾ സന്തോഷത്തോടെ ദൈവമുമ്പാകെ അഭിമാനത്തോടെ കൊണ്ട് സമർപ്പിക്കുവാൻ, അത് ദൈവം തന്നതാണെന്നുള്ള ഒരു ചിന്തയിലാണ്, വിശ്വാസത്തിലാണ് സമർപ്പിക്കുന്നത്. യഹൂദന്മാരും യാദ്യഫലം സമർപ്പിച്ചിരുന്നത് ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഈ ആദ്യഫലങ്ങൾ, കാർഷിക വിളകൾ, ഭൂമിയുടെ ഫലപുഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവർ വിശ്വസിച്ചു. നമ്മുടെ ആളുകളും തീർച്ചയായിട്ടും വിശ്വസിച്ചു. ഇന്ന് ആധുനിക ലോകത്തിൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഒരു നാഗരിക സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് അജ്ഞാതമായ ഒരു സംഗതിയാണ്. ഈ കാർഷിക വിളകൾ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ആ ഒരു അറിവ് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അവരുടെ പൂർവികർ ഈജിപ്തിൽ ദീർഘനാള് അടിമകളായിട്ട് ജീവിച്ച ആളുകളാണ്. ദൈവം അവരെ അത്ഭുതകരമായിട്ട് ഈജിപ്തിൽ നിന്നും വിടുവിച്ചു. ചെങ്കടലിൽ കൂടി അവരെ കടത്തി. വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിച്ചു. മരുഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. ഒടുവിൽ പാലും തേനും ഒഴുകുന്ന എന്ന് വെച്ചാൽ അത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായ കനാൻ ദേശത്ത് ഇന്നത്തെ ഇസ്രായേൽ അവരെ എത്തിച്ചു. അപ്പോൾ യഹോവയ്ക്ക് അവരോടുള്ള കരുണയുടെ അടയാളമാണ് ഈ ദേശം, സമ്പൽ സമൃദ്ധമായ ദേശത്തെന്ന് അവർക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഓരോ പെരുന്നാളിലും ദൈവം ഞങ്ങൾക്ക് ഒരു ദേശം തന്നു, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജനതയായി ഞങ്ങളെ വിളിച്ചു എന്നുള്ള ആ സംഗതി അവർ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ അനുദിന പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഈ വലിയ കരുണയെ ഓർത്ത് പ്രാർത്ഥിച്ചു. അതായത് ഭൂമിയുടെ പുഷ്ടി, ഭൂമിയുടെ വിളവ് ദൈവത്തിന് ദാനമാണെന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചു. അത് 104 സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ യഹൂദന്മാരെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഗമായിരുന്നു. 104 സങ്കീർത്തനം 14-15 വാക്യങ്ങളിൽ അക്കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായിട്ട് സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും
മനുഷ്യന്റെ ഹൃദയത്തെ സുപോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മനുഷ്യനും മൃഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തന്റെ കരുണയാൽ മുളപ്പിക്കുകയും അത് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ സംഗീതത്തിന്റെ ഭാഗത്തിന്റെ ഉള്ളടക്കം. എന്ന് വെച്ചാൽ ഫലപുഷ്ടമായ ഒരു മണ്ണിൽ നല്ല വിളവ് ഉണ്ടാകുന്ന ദൈവത്തിന്റെ കരുണയുടെ അടയാളം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ദൈവത്തിന്റെ കരുണയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആ വിളവുകൾ ദൈവത്തിന്റെ ദാനമാണ് അവർ വിശ്വസിച്ചത്. കാരണം അവിടെ മഴ കുറവുള്ള ദേശമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇസ്രായേലിൽ പോയി മഴ കുറവാണ്. അപ്പോൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമൃദ്ധമായ മഴ ആവശ്യമാണ്. മഴ തന്നെ കൂടിപ്പോയാൽ അത് കുഴപ്പമാണ്, മഴ കുറഞ്ഞു പോയാൽ കുഴപ്പമാണ്. അപ്പോൾ നല്ല കാലാവസ്ഥ വിളവിന് അത്യന്താപേക്ഷിതമാണ്. മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇപ്പം എന്നും മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ എന്നും സംഘർഷങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്. നമ്മുടെയൊക്കെ തലമുറയിൽ നമ്മൾ പതിവായിട്ട് ശ്രദ്ധിക്കുന്ന സംഗതിയാണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷം എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ യുദ്ധങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശത്രുക്കൾ ആദ്യം ചെയ്യുന്നത് ഈ കൃഷിഭൂമി നശിപ്പിക്കുക എന്ന് പറയും, വിളവുകൾ നശിപ്പിക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നമാണ് ഈ ഒലിവ് മരങ്ങൾ എന്ന് പറയുന്നത്. ഒലിവ് കൃഷി ചെയ്ത് അനേകം വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതിന് വിളവുണ്ടാകുകയുള്ളൂ. അത് തന്നെ നല്ലവണ്ണം വിളവുണ്ടാകുമ്പോൾ വീണ്ടും വർഷങ്ങൾ വേണം. അപ്പോൾ ഒരു ഒലിവിന്റെ തോട്ടം മുഴുവൻ വെട്ടി നശിപ്പിച്ചിട്ട് അത് തീയിടുകയാണെങ്കിൽ ആ നാടിനോട് ചെയ്യും. നമ്മുടെ കേരളത്തിലെ തെങ്ങും റബ്ബറും മുഴുവൻ വെട്ടി നശിപ്പിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം പോലുള്ള സംഗതിയാണ്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ കൃഷിഭൂമി നശിപ്പിക്കുന്നത് കൂടാതെ ഈ കൃഷിഭൂമിയിൽ പലപ്പോഴും ഒരു കല്ലുമൊക്കെ കൊണ്ട് ധാരാളമായിട്ടിട്ട് കൃഷി ചെയ്യാത്ത രീതിയിലാക്കി തീർക്കുമായിരുന്നു. അവിടെ യുദ്ധങ്ങൾ വരുമ്പോൾ ഈ വിള നശിക്കുന്നത് മാത്രമല്ല, ഭാവിയിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്ത തരത്തിലെ ഭൂമിയാക്കുകയും ചെയ്യും. ഇതുകൂടാതെ കാർഷിക വിള എടുക്കുന്ന സമയത്ത് കൊള്ളക്കാരുടെ ആക്രമണം സാധാരണയായി. അടുത്ത കാലം വരെ മിഡിൽ ഈസ്റ്റിൽ തുർക്കിയിലും മറ്റും ഇതൊരു സാധാരണ സംഭവമായിരുന്നു ഈ കൃഷി വിളവെടുക്കുന്ന സമയത്തുള്ള കൊള്ളക്കാരുടെ ആക്രമണം. അപ്പൊ ചുരുക്കത്തിൽ ഈ കൃഷി ചെയ്ത് വിളവെടുത്താലും അത് അപ്പമായിട്ട് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഒരപ്പം കയ്യിൽ എടുക്കുമ്പോൾ യഹൂദന്റെ ഹൃദയം നന്ദിയോ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ ഭൂമിയിൽ നിന്നും അപ്പം ഈ വിളവ് നല്ല ധാന്യം പുറപ്പെടുവിച്ചത് യഹോവയിൽ മാറ്റപ്പെടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അത് കൃഷി ചെയ്യുന്ന സമയം മുതൽ ഭക്ഷിക്കുന്നത് വരെയുള്ള സമയത്ത് ദൈവത്തിന്റെ കരുണ പ്രവർത്തിക്കുന്നു അവർ കുറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഈ ചിന്തയിൽ നിന്നും ഈ അവബോധത്തിൽ നിന്നുമുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ് രാജ്യഫലങ്ങൾ അർപ്പിച്ചത്. പഴയ നിയമത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യകാലം കൊണ്ട് തന്നെ ആദ്യഫല സമർപ്പണം ഉണ്ടായിരുന്നു. ചരിത്രത്തിലെ അറിയപ്പെടുന്ന ആദ്യഫല സമർപ്പണം എന്ന് പറയുന്നത് കായന്റെയും ഹാബേലിന്റെയും കാഴ്ചയർപ്പണമായിരുന്നു. അവിടെ ജ്യേഷ്ഠനും അനിയനും കായൻ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞുലികളെ യാഗമായിട്ട് അർപ്പിച്ചു. കായൻ കൊണ്ടുവന്നത് കാർഷിക വിളകൾ. നമുക്കറിയാവുന്നതുപോലെ ഹാബേലിന്റെ ബലിയിൽ ദൈവം സംപ്രീതനായി, കായലിന്റെ ബലിയിൽ സംപ്രീതനായി. അതിന്റെ കാരണം മൃഗബലിയോട് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ തമാശ അധികം പറയാറില്ലെങ്കിൽ പലപ്പോഴും പറയുന്ന സംഗതിയാണ്, ദൈവം നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ടല്ല ഹാബേലിന്റെ ബലിയിൽ സംപ്രീതനായി. കാരണം ഹാബേൽ തന്റെ അധ്വാനത്തിലെ ഏറ്റവും നല്ല ഫലം, നല്ല ആട്ടിൻകുഞ്ഞുങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ചു. കായലിനോട് സമർപ്പിച്ചത് അല്പം മോശമായ കായികളായിരിക്കാം. അപ്പോൾ മനസ്സിന്റെ ഒരു 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 അവസ്ഥയാണ് ആ യാഗാർപ്പണത്തിൽ കാണുന്നത്. ഒരുപക്ഷെ കായൽ ദൈവത്തിന് രണ്ടാം സ്ഥാനം കൊടുത്തതുകൊണ്ടായിരിക്കാം മോശമായ കായികങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നത്. മാതാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ ചെയ്യുന്നതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം കയനപ്രകാരം ചെയ്യുന്നത്. അപ്പം ഇന്ന് കായിക മനോഭാവമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെയും കാണുമായിരിക്കാം.
എല്ലാവരും പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാനും പള്ളിയിൽ പോകണം. എല്ലാവരും പള്ളിക്ക് വല്ലതും കൊടുക്കുന്നു, അതുകൊണ്ട് ഞാനും വല്ലതും കൊടുക്കണം, മറ്റവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അത് കായീന്റെ ഒരു മനോഭാവമാണ്. ഒരുപക്ഷെ അഹങ്കാരത്തോടെ ആയിരിക്കാം കായീൻ ദൈവമുൻപാകെ ഈ യാഗം സമർപ്പിക്കുന്നു. അത് കായീന്റെ അഹങ്കാരം ഹാബേലിന്റെ മരണത്തിന് ശേഷമുള്ള അവന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. അവിടെ ഹാബേലിന്റെ മരണത്തിന് ശേഷം ദൈവം കായീനെ വിളിക്കുന്നു. കായീനെ വിളിച്ചിട്ട് ചോദിക്കും, നിന്റെ സഹോദരൻ എവിടെ? സംഭവിച്ചെന്താണ് ദൈവത്തിന് അറിയാൻ കഴിയുന്നതൊന്നുമല്ല. എന്താണ് സംഭവിച്ചത് ദൈവം കാണുന്നു. എങ്കിലും നിന്റെ സഹോദരൻ എവിടെ എന്ന് ദൈവം ഹാബേലിനോട് കായീനോട് ചോദിക്കാനുള്ള സംഗതിയിലാണ്. കായീന് അനുദപിക്കാനുള്ള അവസരം ദൈവം കൊടുക്കുകയായി. മുൻപോട്ട് വന്ന് ദൈവമേ ഞാൻ ഇപ്രകാരം ചെയ്തു പോയി ഏറ്റു പറയാനുള്ള അവസരം കൊടുക്കുകയായി. പക്ഷേ കായീന്റെ അഹങ്കാരം അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. ചോദിക്കുന്നതാണ്, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ നോക്കിയിരിക്കുന്നത് എൻ്റെ ജോലിയിൽ തന്നെ അർത്ഥം. അല്ല ധിക്കാരത്തോടെ മറുപടിയായി. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നടത്തുന്ന ഭക്തി പ്രകടനങ്ങൾ, ബലി, പ്രാർത്ഥന എന്നിവ ദൈവം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കായീന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഞാൻ മുമ്പേ വായിച്ച ആ പ്രഭാഷകൻ ബാറാസലാലിന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 35-ാം അധ്യായം 17-ാം വാക്യം, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കിടക്കും. നമ്മുടെ വലിയ ഒരു പരാതിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. പല കാരണങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രാർത്ഥന വിനയമുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ആകണമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വാക്യമാണ്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കടക്കും എന്നുള്ളത്. അപ്പോൾ വിനയത്തോടെ ആത്മാർത്ഥതയോടെ നടത്തുന്ന പ്രാർത്ഥനകളും ആദ്യപര സമർപ്പണവും ദൈവം സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാബേലിന്റെ ബലി. ഈ ഇന്നത്തെ സമൂഹം നമ്മുടെ നാട്ടിലും അതുപോലെ തീർച്ചയായിട്ടും അമേരിക്കയിലും ആളുകളുടെ ഉപജീവനം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയല്ല. അതുകൊണ്ട് ഇവിടെ കാർഷിക വിളകൾ സമർപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായ സംഗതിയല്ല. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ദിവസത്തിൻ്റെ ആദ്യഫലം സമർപ്പിക്കുന്നതാണ് രാവിലെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു പ്രാർത്ഥനയോട് ജീവിതം ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആദ്യഫലം ദൈവത്തിന് സമർപ്പിക്കുക. പല വീടുകളിലും നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും ഈ രാവിലത്തെ പ്രാർത്ഥന പലപ്പോഴും ഇന്ന് ഇല്ലാതെ കഴിയും. വൈകിട്ട് അതിന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ രാവിലെ അത് ഇവിടെ ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്തിരുന്ന പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയാണ്. രാവിലെ ആളുകൾ പെട്ടെന്ന് ഉണർന്ന് ജോലിക്ക് പോകാനുള്ള തിടുക്കത്തിലായിരിക്കാം. അവിടെ പ്രാർത്ഥിക്കാനാണ് പലർക്ക് സമയം കാണുകയില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയാറ്. പ്രഭാതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആദ്യഫല സമർപ്പണമാണ്. അതുപോലെ തന്നെ ഒരു ആഴ്ചക്കാലം, ഒരു 7 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചക്രത്തിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു ഹ്രസ്വരൂപമാണ്. നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. ആ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസമാണ് ഞായറാഴ്ച. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആ ആഴ്ചവട്ടം മാത്രമല്ല നമ്മുടെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവമുമ്പാകെ സമർപ്പിക്കും. അതായത് ഒരു ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരു ആദ്യഫല സമർപ്പണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നതിന് പ്രതീകമാണ് ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത്. ഈ ആദ്യഫല സമർപ്പണം എന്ന് പറയുന്നത് കർഷകർക്ക് മാത്രം ബാധകമായ സംഗതിയല്ല. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക എന്ന് പറയുന്നതും പള്ളിക്ക് വേണ്ടി മാത്രമല്ല, ഒരു ചാരിറ്റിക്ക് വേണ്ടി, ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നതും ആദ്യഫല സമർപ്പണം. ഈ ആദ്യഫല അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗം മാറ്റിവെക്കുക എന്ന് പറയുന്നത് ആദ്യഫല അധ്വാന ഫലം നമ്മൾ സമർപ്പിക്കാൻ തുല്യമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ
അപ്പവും വീഞ്ഞും അർപ്പിക്കുന്നു. അപ്പവും വീഞ്ഞും അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അധ്വാന ഫലമാണ് അവിടെ സമർപ്പിക്കുന്നത്. അപ്പവും വീഞ്ഞും മധ്യപൂർവ്വ ദേശങ്ങളിലെ ആളുകളുടെ അനുദിന ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ അത് നമുക്ക് പലപ്പോഴും അന്യമായ ഒരു സംഗതിയാണ്. മിഡിൽ ഈസ്റ്റില് അവരുടെ ഒരു അടിസ്ഥാന ഭക്ഷണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത്. അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ അവരുടെ ഭക്ഷണമാണ് ദൈവമുമ്പാകെ സമർപ്പിക്കുന്നത്, അവരുടെ അധ്വാനത്തിന്റെ ലക്ഷ്യമാണ് ദൈവമുമ്പാകെ സമർപ്പിക്കുന്നത്, അവരുടെ ജീവിതമാണ് ദൈവമുമ്പാകെ സമർപ്പിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ഗ്രീസിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു ഓർത്തഡോക്സ് രാജ്യമാണ്. അടുത്ത കാലത്ത് അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പലരും ശ്രദ്ധിച്ചതാണ്. ഗ്രീസിലെ വില്ലേജുകളിൽ വളരെ ഭക്തിയുടെ ആളുകൾ, നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറത്തുള്ള ആളുകളെ പോലെ വളരെ ഭക്തരായ ആളുകൾ, അവര് ഗ്രീസിലെ ഗ്രാമവാസികൾ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ 6 സാധനങ്ങൾ അവരുടെ കൈവശം കാണും. 6 സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരല്പം ഗോതമ്പ് പൊടി, ഒരല്പം വീഞ്ഞ്, ഒരു ചെറിയ കുപ്പിയിൽ ഒലിവ് ഓയിൽ, അവരുടെ നാട്ടിലെ എണ്ണ, ഒരു മെഴുകുതിരി, പിന്നെ ഓർക്കാനുള്ള പേരുകളുടെ ലിസ്റ്റ്, 6ാമത് നേർച്ചയിടാനുള്ള ഒരു നാണയം. ഇതില് ഈ ഗോതമ്പ് പൊടിയും വീഞ്ഞും ഒലിവ് എണ്ണയും അവരുടെ അധ്വാന ഫലമാണ്. അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഗോതമ്പിന്റെ ഒരു അംശം അവർ തന്നെ പ്രത്യേകം പൊടിച്ച് പള്ളിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ നിന്ന് കുർബാനയ്ക്കുള്ള അപ്പത്തിൽ എടുത്ത് ബാക്കി എന്തെങ്കിലും കാര്യം ഉപയോഗിക്കുകയായിരിക്കും. അതുപോലെ വീഞ്ഞെന്ന് പറയുന്നത് അവർ കൃഷി ചെയ്യുന്ന മുന്തിരിയിൽ നിന്നും അവർ തന്നെ ഉണ്ടാക്കുന്ന വീഞ്ഞിന്റെ ഒരു അംശം ദേവാലയത്തിൽ കൊണ്ടുവരികയാണ്. ഒലിവെണ്ണയും ഇത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ തന്നെയുള്ള തേങ്ങ ഉണങ്ങി ആട്ടിയെടുക്കുകയാണ്. ആട്ടിയെടുത്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്നും 1-2 കുപ്പി എണ്ണ മാറ്റിവെക്കും പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി. അത് നമ്മുടെ അധ്വാന ഫലത്തിന്റെ ഭാഗമാണ്. ഏകദേശം അതുപോലെയാണ് ഗ്രീസിലെ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ച് കുർബാനയിലെ അപ്പവും വീഞ്ഞും അധ്വാന ഫലമാണെന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ കുർബാനപ്പണം കൊടുക്കുന്നുണ്ട്. കുർബാനപ്പണം കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ അതിന് പ്രത്യേകമായ ഒരർത്ഥമുണ്ട്. ആ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും വിലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സംഖ്യയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പവും വീഞ്ഞും അതിനുള്ള സാധനം പണിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് അതിനുള്ള വിലയ്ക്ക് ഭാഗമായിട്ടാണ് ഒരു നാണയം കുർബാനപ്പണമായിട്ട് കൊടുക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും ആളുകൾ തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയാണ് ഉണ്ടായത്. അതിന്റെ ഒരു തുടർച്ചയായാണ് ഈ പറയുന്നത് ഗ്രീസിലെ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഓരോ ഞായറാഴ്ചയുമുള്ള ഈ കുർബാന അർപ്പണം എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിൽ ഒരു ആദ്യഫല സമർപ്പണമാണ്. നമുക്ക് പലപ്പോഴും ഒരു അജ്ഞാതമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ചുരുക്കത്തിൽ പഴയ നിയമത്തിലെ പെരുന്നാളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആദ്യഫല സമർപ്പണം എന്ന് പറയുന്നത്. ഈ പഴയ നിയമത്തിലെ ആദ്യഫല പെരുന്നാളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പെസഹ പെരുന്നാളും പെന്തിക്കോസ്ത് പെരുന്നാളും കൂടാര പെരുന്നാളും യഹൂദന്മാരുടെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട പെരുന്നാളുകളായിരുന്നു. അവരുടെ ആദ്യഫലം സമർപ്പിക്കാനുള്ള ഒരവസരമായിരുന്നു. പിൽക്കാലത്ത് ഈ പെരുന്നാളുകൾക്ക് ഒരു ആത്മീയമായ അർത്ഥം ഉണ്ടായി. എന്നാൽ പഴയ നിയമത്തിൽ ഒരിക്കലും ക്രിസ്തീയ സഭയിലെ പോലെ ഏതെങ്കിലും ഒരു പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാചകനെയോ, പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് മോശെ എന്ന് പറയുന്നത്. അതുപോലെ യഹൂദന്മാരുടെ അവരുടെ പിതാവ് കണക്കാക്കുന്ന അബ്രഹാം, ഇവരുടെ ആരുടെയും ഓർമ്മ പെരുന്നാൾ ആചരിച്ചിട്ടില്ല. അതുപോലെ ദാവീദ് രാജാവ് യഹൂദന്മാരെ എപ്പോഴും അഭിമാനത്തിൽ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദിന്റെയും ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തീയ സഭയിൽ ഈ പരിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക സമയത്തിലാണ് ആരംഭിക്കുന്നത്. ആദിമസഭയിൽ ആദ്യം ആരംഭിച്ചു തുടങ്ങിയത് രക്തസാക്ഷികളുടെ പെരുന്നാളായിരുന്നു. സ്തെഫാനോസിനെ പോലെയുള്ള രക്തസാക്ഷികളുടെ. കാരണം ഒരു രക്തസാക്ഷി യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആളാണ്. മരണപര്യന്തം ക്രിസ്തുവിനെ സ്നേഹിച്ച വ്യക്തിയാണ്. അവരുടെ മരണം വഴി അവർ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചു. യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം, യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യം അവർ സാക്ഷിച്ചു.
അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം, യേശുക്രിസ്തുവിന്റെ സന്ദേശം സഭ ആഘോഷിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ഈ അപ്പോസ്തലന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരുടെ പെരുന്നാൾ ആചരിക്കുന്നത് ഇങ്ങനെയാണ് തുടങ്ങിയത്. ഒരു അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ സാക്ഷി, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച ആൾ. അവരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് ഓർക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സാക്ഷി, യേശുക്രിസ്തുവിന്റെ വാക്കുകളും ഉപദേശവുമാണ് ഓർക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഈ അപ്പോസ്തലന്മാരെ സാക്ഷികളാണ്. ഈ അപ്പോസ്തലന്മാരിന് വിശുദ്ധ യോഹന്നാൻ വിളിച്ചുകൊണ്ട് എല്ലാവരും രക്തസാക്ഷി മരണം പ്രാപിച്ചാണെന്ന് നമുക്കറിയാം. വയസ്സിൽ എന്ന് സ്വാഭാവിക മരണം പ്രാപിച്ച ഏക അപ്പോസ്തലൻ വിശുദ്ധ യോഹന്നാൻ. ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും സ്വന്തം രക്തത്തിൽ കൂടി ക്രിസ്തുവിനെ സാക്ഷിച്ചു. അങ്ങനെ സാക്ഷിച്ച അപ്പോസ്തലന്മാരിൽ ഒരാളാണ് വിശുദ്ധ മാർ തോമാസ് ലീഹ. നമുക്ക് മലങ്കര സഭയ്ക്ക് വളരെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അഭിമാനിക്കാനായിട്ടുള്ളൂ. നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മലങ്കര സഭ മാർ തോമാസ് ലീഹ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വന്ന് രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്നുള്ളതുമാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കബറിടം നമ്മുടെ സഭയുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യം. ഈ പുതിയ നിയമത്തിൽ തന്നെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ ആളുകളെ പ്രത്യേകം ആദരിച്ചതുമായിട്ട് തെളിവുണ്ട്. അപ്പോൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു വേദപുസ്തക അടിസ്ഥാനം എന്ന് വേണമെന്ന് പറയാവുന്നതാണ് രക്തസാക്ഷികൾക്ക് സഭ നൽകിയ പ്രത്യേകമായ ആദരം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ പഴയ നിയമകാലം മുതൽ ദൈവത്തിന് വേണ്ടി പേടി അനുഭവിച്ച ആളുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 33 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ദൈവത്തിന് വേണ്ടി പേടി അനുഭവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സഭ എങ്ങനെ കരുതിയിരുന്നു എന്ന് സൂചനയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 33 മുതൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തിരിയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലക്കെതിരെ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി കഴിഞ്ഞു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തുന്നതിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തുന്നതിന് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടൽ ഇവയാനുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ഉടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉടന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് അവിടെ പറയും. അപ്പോൾ ഈ രക്തസാക്ഷികളെ പറ്റി, അവരുടെ പ്രവർത്തനത്തെ പറ്റി ഒരു ധൈര്യം നൽകുവാനാണ് ഇങ്ങനെയൊരു നീണ്ട ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പേടി അനുഭവിച്ച ആളുകളെ സാക്ഷികളുടെ വലിയ സമൂഹം എന്നാണ് വിളിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് വെച്ചാൽ ഈ രക്തസാക്ഷികൾ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചവരാണ്, യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ്. ഈ പേടി അനുഭവിച്ചാലും മരിച്ചാലും അതുകൊണ്ട് ഏതോ അവസാനിക്കുന്നില്ല. അതിനുശേഷം ഒരു സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും ഒരവസ്ഥയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവര് പീഡ അനുഭവിക്കുവാനും മരിക്കുവാനും തയ്യാറായത്. അതുകൊണ്ടാണ് സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് വിളിക്കുന്നത്. അവര് യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ്. അപ്പോസ്തലന്മാര് വാക്കുകൊണ്ട് യേശുക്രിസ്തുവിനെ സാക്ഷിച്ചു, പ്രസംഗിച്ചു. എന്നാൽ രക്തസാക്ഷി മരണം പ്രാപിച്ച ആളുകൾ തങ്ങളുടെ ജീവിതം കൊണ്ട് പീഡകൾക്ക് സ്വയം വിട്ടുകൊടുത്ത് മരണത്തിന് സ്വയം വിധേയമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ സാക്ഷിച്ചു, കുരിശിന്റെ ശക്തിയെ സാക്ഷിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് വിളിക്കുന്നത്. വീണ്ടും എബ്രായ ലേഖനത്തില് 11-ാം അധ്യായത്തിൽ അവരെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയെന്നാണ് വിളിക്കുന്നത്. Those who are the firstborn who are inscribed in heaven. എന്ന് വെച്ചാൽ അവരുടെ പേര് അവിടെയുള്ള സ്വർഗത്തിലുണ്ട്. അവർ സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്ന സഭ വിശ്വസിച്ചു. ഇപ്പൊ നമ്മൾ ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെ മാത്രമല്ല ഓർക്കുന്നത്, അവർ ദൈവവിഭാഗെ സജീവരായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ ഓർക്കുന്നു. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല.
ഇതിന് ശേഷം ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഈ വലിയ സമൂഹത്തോട് നമ്മൾ ചേരും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. വെളിപാട് പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഇതാണ്. വീട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി യോഹന്നാൻ എഴുതിയ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതിനകത്ത് മരണം പ്രാപിച്ച ആളുകൾ, യേശുക്രിസ്തു വഴി ജീവൻ വെടിഞ്ഞ ആളുകൾ ദൈവമുൻപാകെ സജീവരായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 6-9 പറയുന്നു, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ് സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്ന് പറയും. അപ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ യോഹന്നാൻ ദർശനത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? വേദപുസ്തക ചിന്തയിൽ യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്, പ്രതീകമാണ്. അപ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: അവർ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്നു, ദൈവത്തിൽ ജീവിക്കുന്നു എന്നാണ്. ഈ രക്തസാക്ഷികൾ ദൈവമുൻപാകെ സജീവരായിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ആദിമസഭയിലെ രക്തസാക്ഷികളുടെ കല്ലറകളുടെ മുകളിൽ അതിനോട് ചേർന്ന് ദേവാലയങ്ങൾ പണിതിരുന്നു. റോമിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, റോമിലെ മിക്കവാറും എല്ലാ പഴയ പള്ളികളും ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ ഒരു കവളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് പണിതിരിക്കുന്നത്. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ കത്തോലിക്ക ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഏതെങ്കിലും വിശുദ്ധന്റെ നാമത്തിൽ ഒരു പള്ളി ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. വൈസന്യങ്ങൾ ഗ്രീക്കുകാർ പലപ്പോഴും പള്ളികളിൽ ക്രോണോസിൽ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്ന ഒരു രീതിയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ വിശുദ്ധൻ ദൈവമുൻപാകെ സജീവരായിരിക്കുന്നു, ആ വിശുദ്ധനെ പോലെ ഞങ്ങളും ഈ ലോകത്തോട് കടന്നു പോകുന്ന ദൈവമുൻപാകെ സജീവനായിട്ട് സ്ഥിതി ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇത് പലപ്പോഴും ഇന്ന് പലരും ഓർക്കാത്ത ഒരു സംഗതിയാണ്. വെളിപാട് പുസ്തകത്തില് ഈ വാങ്ങിപ്പോയ ആളുകൾ സജീവരായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്ന പല ഭാഗങ്ങളുണ്ട്. വെളിപാട് പുസ്തകം 6-10-11 വാക്യങ്ങളുണ്ട്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങൾ രക്തത്തെക്കുറിച്ചും നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ രക്തസാക്ഷികൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തർക്കും വെള്ളം വിലയേക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ട്. വിശുദ്ധന്മാർ കടന്നുപോയ ആളുകൾ ദൈവമുമ്പാകെ സജീവരായിരിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ അർപ്പിക്കുന്നത്. മധ്യസ്ഥ അർപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യം സാധിക്കുന്നതിനേക്കാൾ ഉപരി ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ വിശുദ്ധന്മാര് ദൈവമുമ്പാകെ സജീവരായിരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. അതേ രീതിയിൽ ഞങ്ങൾ ഈ ലോകത്തോട് കടന്നു പോകുമ്പോൾ ഒരു സജീവമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളത് കൊണ്ട് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. വെളിപാട് പുസ്തകത്തിൽ വീണ്ടും 7-ാം അധ്യായത്തിൽ വെള്ള നിലയിലേക്ക് ധരിച്ച് ദൈവമുമ്പാകെ ഗുരുത്തോരെയും പിടിച്ചു നിൽക്കുന്ന ഒരു അസംഖ്യം ആളുകൾ, 24,000 പേരെന്ന് പറയുന്നുണ്ട്. 24,000 പേരെന്ന് പറയുമ്പോൾ ഒരു അസംഖ്യം ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മരണത്തിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥ ഇതാണ്. പലപ്പോഴും ഒരു മരിച്ച വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഭാഗമാണ്, മരണത്തോടുകൂടി ഒരു ജലരേഖ പോലെ ജീവിതമില്ലാതെയായി തീരുകയല്ല, കടന്നു പോകുന്ന ആളുകൾ ഈ വലിയ സമൂഹത്തോട് ചേരുകയാണ്, സജീവരായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. ചുരുക്കത്തിൽ ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. ഇതുപോലെയുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മൾ ഓർക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ചുരുക്കത്തില് അപ്പോസ്തലന്റെ ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന് ലക്ഷ്യം ഇതാണ്: ആ പരിശുദ്ധൻ ക്രിസ്തുവിനെ സാക്ഷിച്ചു, യേശു ക്രിസ്തുവിന്റെ ജീവിതവും അതിന്റെ സ്വന്തം ജീവിതത്തിൽ കൂടി സാക്ഷിച്ചു. തോമാസ് ലീഹ ഭാരതത്തിൽ നമ്മുടെ കർത്താവിന്റെ സാക്ഷിയായിട്ട് എത്തി. അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചതിന്റെ ദൃശ്യമായ തെളിവാണ് മാർത്തോമാ സ്ലീഹായുടെ പൈതൃകം അവകാശപ്പെടുന്ന നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികൾ. അത് ഓർത്തഡോക്സുകാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പൈതൃകമല്ല. കേരളത്തിലെ കത്തോലിക്ക മാർത്തോമ ഓർത്തഡോക്സ് സഭകൾക്ക് പൊതുവായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിർത്തേണ്ട ഘടകം ഇതാണ്. നമ്മൾ മാർത്തോമാ സ്ലീഹായുടെ മക്കളാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ
ഫലമാണ് നമ്മളെന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഈ പെരുന്നാളിന്റെ സമയത്ത് തോമാശ്ലീഹായെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു വാക്യം കൂടെ നിന്ന് ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയല്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചു. അവിടെ പൗലോസ് കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളോട് പറയുന്നത്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ അനേകരുണ്ടെങ്കിലും പിതാക്കന്മാർ അധികം പേരില്ല. നിങ്ങളെ യേശുക്രിസ്തുവിൽ ജീവിപ്പിച്ച പിതാവ് ഞാനാണ്. തോമാശ്ലീഹ ഒരുപക്ഷെ നമ്മോട് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തുവിൽ ജീവിപ്പിച്ച പിതാവ് ഞാനാണ്. നമ്മളെ യേശുക്രിസ്തുവിൽ ജനിപ്പിച്ച പിതാവ് വിശുദ്ധ മാർത്തോമാശ്ലീഹയാണ്. വിശുദ്ധ മാർത്തോമാശ്ലീഹ ഇന്ത്യയിൽ കേരളത്തിൽ വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരു പുരോഗതി ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യം ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗത്തും പോകാനുള്ള ധൈര്യം ഉണ്ടായത്, അവസരങ്ങൾ ലഭിച്ചത്, അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിച്ചത്. ക്രൈസ്തവരായ നമുക്ക് ഇന്ത്യയിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും പോകാൻ സാധിച്ചത് തന്നെ ഇതുകൊണ്ടാണ്. തോമാശ്ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഫലമായി ക്രൈസ്തവ സഭയുണ്ടായി. ആ ക്രൈസ്തവ സഭയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭ്യമായി. അങ്ങനെ പലരും വളർന്നു വന്നു. അതുകൂടി ഒന്ന് ഓർക്കുവാനുള്ള ഒരു സമയമാണ് വിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ പെരുന്നാൾ. വിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ ഈ വലിയ ഒരു സാക്ഷ്യം, അദ്ദേഹം നമുക്ക് പലരും നൽകിയ ആ ഒരു വലിയ സംഭാവന ഓർക്കുവാൻ ഈ അവസരം ഇടയായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കും. നമുക്ക് ഒരു നിമിഷം ദൈവഭാഗ്യം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആരാധനയ്ക്ക് വേണ്ടി ഈ പെരുന്നാൾ ദിവസം ഉപയോഗിക്കാൻ നോക്കുവാണ് ഞങ്ങൾക്കിടയാകുന്നത്. വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടി നീ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പിതാവായ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചു. ഞങ്ങളുടെ പൂർവികർ വിശ്വാസത്തിന്റെ സുവിശേഷത്തിലേക്ക് വന്നു. അതിൽ കൂടി നീ ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ എന്നും സ്നേഹിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ നിന്റെ സ്വപ്നം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സാക്ഷികളായി ലോകം ജീവിക്കാൻ തപ്പോൾ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന വേലകളിലൊക്കെ നിന്റെ സാക്ഷികളായിട്ട് നന്മയുടെ പ്രകാശം വേറുകളായി തിരുവല്ലാക്കൊണ്ട് ഞങ്ങൾക്കിടയാകുമ്പോഴാകണമേ. എല്ലാവരുടെയും വേല സ്നേഹവും ഏകജാതകമേ പരിശുദ്ധമായ സന്തോഷവും ഞങ്ങളെല്ലാവരും വരും വിശേഷിയാം ഇടവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും ഉണ്ടായിരിക്കുമ്പോഴാകണമേ.